മലയാളത്തിന്റെ ആദ്യത്തെ 200 കോടി എത്തിയത് പുലിമുരുകനാണ് എന്നാണ് ഒരു സമയത്ത് ഒരു തള്ളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പുലിമുരുകൻ എന്ന സിനിമയ്ക്ക് ആകെ കിട്ടിയത് 134 CR, അതായത് 100 CRന്റെ മുകളിൽ കിട്ടിയ സിനിമയാണ് പുലിമുരുകൻ. പക്ഷെ തള്ളലുകൾ അത് എന്നും ഉണ്ടാവുമല്ലോ, ഫാൻസിന്റെ വകയാകാം. ഇപ്പൊ ഇതാ മഞ്ഞുമൽ ബോയ്സ് 200 കോടി എത്തി എന്ന് പറയുന്നു. പക്ഷെ കൃത്യമായ കണക്ക് പ്രകാരം 193.9 CR ആണ് ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ, ഈ ഒരു നിമിഷം വരെ കിട്ടിയത്. ഇനി ഇപ്പോ മീഡിയാസ് ഒക്കെ തള്ളുന്നുണ്ട്, എന്തായാലും 200 കോടി എത്തും, അത് കടന്നു പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു വിഷയം നമുക്ക് അവിടെ മാറ്റി നിർത്താം. മഞ്ഞുമൽ ബോയ്സ് 200 CR എത്തി എന്ന് പറയാം. പക്ഷെ പുലിമുരുകൻ അത്ര എത്തിയിട്ടില്ല, 130 ചില്ലറ കോടിയല്ലേ എത്തിയിട്ടുള്ളൂ. പക്ഷെ എന്തിനാണ് ഇങ്ങനെ പൊക്കി പറയുന്നത് എന്ന് എനിക്കറിയില്ല. അതുപോലെ ലൂസിഫർ ആണ് മോഹൻലാലിന്റെ രണ്ടാമത്തെ ഒരു സിനിമ. ലൂസിഫർ 121 CR കിട്ടിയെന്നുള്ളതാണ്. ഈ ഒരു 5 സിനിമ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് 100 CRന്റെ മുകളിലുള്ള സിനിമകളിൽ മോഹൻലാൽ മുൻപന്തിയിൽ തന്നെയാണ്. പുലിമുരുകനും ലൂസിഫറും അദ്ദേഹത്തിന് ഇത്ര കോടി രൂപ, 100 കോടിയുടെ മുകളിൽ കൊടുന്ന സിനിമകളാണ്. അതുപോലെ 2018 എന്ന സിനിമ 200 കോടി കടന്നു എന്ന ആളുകൾ ഇവിടെ തള്ളിയിരുന്നു. പക്ഷെ 174 ചില്ലറ കോടി രൂപയാണ് ആ ഒരു സിനിമക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇനി ആ ഒരു സിനിമയുടെ കളക്ഷനൊക്കെ നിന്നു, അത് OTTയിലും ഇറങ്ങി ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി 193 കോടി രൂപയിൽ എത്തി നിൽക്കുന്ന ഈ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അത് 200 കോടി കടക്കും. കാരണം അത് ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിങ് ആണ്. ഈ മാസം കഴിയുമ്പോഴേക്ക് അത് 200 കടന്ന് 250 അടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമക്ക് കിട്ടി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളത്തിൽ നിന്ന് ഇത്ര കോടി കിട്ടുന്ന ഒരു സിനിമ, അതുപോലെ തന്നെ തമിഴിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു മലയാള സിനിമ, അതുപോലെ കന്നഡയിലും ഏറ്റവും കൂടുതൽ, അതായത് ഭാഷ പോലും മാറ്റിയിട്ടില്ല, മലയാളത്തിൽ തന്നെയാണ് അവിടെയൊക്കെ സിനിമ കളിക്കുന്നത്. എന്നിട്ട് പോലും അവിടെയുള്ള ചരിത്രം, മലയാള സിനിമയുടെ പൂർണ്ണമായ ചരിത്രം എല്ലാം മാറ്റിക്കുറിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് എത്തിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു 200 കോടി അച്ചീവ് ചെയ്ത ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഇനി ഈ 200 കോടി എന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും എല്ലാ സിനിമകൾക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയാൽ ഏത് സിനിമയും അങ്ങനെ വലിയ കോടികളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള ഒരു സിനിമ പ്രേമലുവാണ്. പ്രേമലുവും അതേപോലെ 100 കോടി കടന്ന ഒരു സിനിമയാണ്. അങ്ങനെ ലിസ്റ്റിലെ 5 സിനിമകളുള്ളൂ. മഞ്ഞുമൽ ബോയ്സ് 193, അതേപോലെ 2018 175, പുലിമുരുകൻ 134, ലൂസിഫർ 121, അതുപോലെ പ്രേമലു അത് 100+. അങ്ങനെ ഇത്ര സിനിമകളെ ഉള്ളൂ, അതായത് 100 കോടി കടന്ന സിനിമകൾ. അതിൽ 200 കോടി കടക്കുന്ന ആദ്യ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് മാറിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും തരംഗമാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഗുണ കേവിലെ ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ്. അതുപോലെ ഗുണ മൂവിയിലെ ആ ഒരു മ്യൂസിക്കും, കൺമണി അൻപോട് കാതലൻ, ഈ ഒരു സാധനം ഏറ്റുപാടിക്കൊണ്ടാണ് സിനിമ വലിയ രീതിയിൽ പ്രചാരം നേടുന്നത്. ഇപ്പൊ എന്തായാലും മലയാള സിനിമയുടെ ഒരു ചരിത്രം മാറ്റിക്കുറിച്ചു. തമിഴ് സിനിമയിലേക്ക് എത്തും ഒരു മലയാള സിനിമ തമിഴിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് നേടുന്ന സിനിമ എന്ന രീതിയിലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എത്തി എന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ പ്രത്യേകതകൾ നമുക്കറിയാം. സിനിമ ഒരു റിയൽ ഇൻസിഡന്റ് ആണ്. ആ ഒരു റിയൽ ഇൻസിഡന്റ് സിനിമയാക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കേണ്ടി വന്ന സിനിമയാണ്. അജയൻ ചാലിശ്ശേരിയുടെ അതിമാസ്മരികമായിട്ടുള്ള ആർട്ട് വർക്ക്, ഗുണ കേവിൽ പോയിട്ട് അതൊക്കെ ഫോട്ടോ എടുത്ത് അതൊക്കെ കണ്ട് മനസ്സിലാക്കി ഒരു ഗോഡൌണിനുള്ളിൽ ഗുണ കേവ് തന്നെ നിർമ്മിച്ച ഒരു മനുഷ്യനാണ്. പിന്നെ ചിദംബരത്തിന്റെ രണ്ടാമത്തെ സിനിമ, കിഡിലൻ സിനിമ, ജാനമന് ശേഷം പിന്നീട് ചെയ്യുന്ന സിനിമ എൻ്റർലി ഡിഫറെന്റ് ഒരു കിഡിലൻ സാധനം, ഒരു ഹോളിവുഡ് ത്രില്ലർ മൂവിയൊക്കെ കാണുന്നത് പോലെയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ്. ഒരു ഹാഫ് ടൈം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് സിനിമയുടെ രൂപം മാറുന്നുണ്ട്, ഭാവവും മാറുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയെ ഈ ഒരു രീതിയിൽ എത്തിച്ചു നിർത്തുന്നത്. മലയാളികൾ ഇപ്പോഴും തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകളിൽ ഇപ്പൊ 2 സിനിമകളാണ് ഉള്ളത്. ഒന്ന് പ്രേമലുവും, അതുപോലെ ഒന്ന് മഞ്ഞുമൽ ബോയ്സും. ബാക്കിയുള്ള സിനിമകളെല്ലാം ഔട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രഹ്മയുഗം പോലും തിയേറ്ററിൽ നിന്നും മാറിപ്പോയി, അല്ലെ, തിയേറ്ററിലെ ആളുകളുടെ വരവ് കുറഞ്ഞു പോയി. ഓക്കെ, ഇപ്പതാ മലയാളത്തിലെ ആദ്യത്തെ 200 കോടി അച്ചീവ്മെന്റ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് നേടിയിട്ടുണ്ട്. സിനിമക്ക് ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല തമിഴ് നടന്മാരും നടിമാരും സിനിമയെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ തകിടം മറച്ചുകൊണ്ട് പടം മുന്നോട്ട് പോയി. അതുപോലെ ജയമോഹനൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് മലയാളി കൂടിയാണ്. അദ്ദേഹം മലയാളികൾ മുഴുവൻ അലമ്പന്മാരാണ്, കള്ളൂടിയന്മാരാണ്, അവരുടെ സിനിമകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടും തകർക്കാൻ ശ്രമിച്ചു. അതെല്ലാം തകിടം മറച്ചുകൊണ്ട് തമിഴ്നാട്ടിലാണ് ഒരു പക്ഷേ ഇപ്പൊ കൂടുതൽ സിനിമ ഓടുന്നു. 50 കോടി കടന്നു അവിടെ, അല്ലെ, 10 കോടി തെലുങ്കാനയിലും കടന്നു, കേരളത്തിലും അത്യാവശ്യമായില്ലേ.
അപ്പോ ഇനിയും സിനിമ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 250 കോടിയും കടക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 250 കോടിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മലയാള സിനിമ അത് കടക്കില്ല എന്ന്. മലയാള സിനിമ അതിന് എന്തായാലും മറികടന്നു പോകും. ആടുജീവിതം വരുന്നു, 200 കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും.